എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ 3 ദിവസം ഇല്ലാതിരുന്നപ്പോൾ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്. അതിലെല്ലാത്തിനേക്കാളും എന്നെ ഞെട്ടിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ സ്കൂളിൽ കയറി, അത് സർക്കാർ സ്കൂളിൽ കയറിയിട്ട് അവിടെ ഉണ്ടാക്കിയിരുന്ന പുൽക്കൂട് അടിച്ച് തകർത്തു എന്ന് പറയുന്ന ആ ഒരു വാർത്തയാണ്. എന്താ അല്ലേ, ഇത്രയും വിവരദോഷികൾ ഇപ്പോഴും ഇന്നത്തെ കാലത്തും ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അന്തം വിട്ടുപോയി കേട്ടോ. എന്തായാലും ആ വിവരദോഷിക്കും ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അയാൾക്ക് എന്താണ് പറയാനുള്ളത്? ഏതൊരു വൃത്തികെട്ടവന്മാർക്കും പറയാൻ ഒരുപാട് ന്യായീകരണങ്ങൾ കാണും. പക്ഷേ അയാൾ പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് അയാളെ സപ്പോർട്ട് ചെയ്യണം എന്നല്ല, എന്നാലും ചില കാര്യങ്ങളിലൊക്കെ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കാര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും അതേക്കുറിച്ചിട്ട് നമ്മുടെ ചാനലിൽ വന്ന ഒരു സംവാദം തന്നെയുണ്ട്. അത് നമുക്കൊരു കുറച്ചൊന്ന് കേൾക്കാം. സ്കൂളിലേക്ക് പോയത് സ്കൂളിലെ ഹെഡ് മിസ്ട്രസിനെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ പുൽക്കൂട് തകർത്തിട്ടില്ല. അവിടെ ക്രിസ്തുമസ് ആഘോഷങ്ങളെ യാതൊരു കാരണവശാലും എതിർത്തിട്ടുമില്ല. അല്ല, ഞാനൊന്ന് പറയട്ടെ. അതായത് തെരുവിലൂടെ ഹിന്ദു കുട്ടികളെ അടക്കം അവരുടെ സമ്മതമില്ലാതെ, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ശ്രദ്ധിക്കാതെ കുഞ്ഞുങ്ങളെ അവരുടെ രക്ഷകർത്താക്കളുടെ പോലും അനുമതിയില്ലാതെ അവരെ ഘോഷയാത്രയായി മറ്റു മതചിഹ്നങ്ങൾ, ഹിന്ദു കുട്ടികളെ മറ്റു മതചിഹ്നങ്ങൾ അണിയിച്ചുകൊണ്ട് ഈ സാന്റാക്ലോസിന്റെ ക്രിസ്തി, അത് തീർച്ചയായിട്ടും അത് ക്രൈസ്തവ മതം സാധാരണയായി ഉപയോഗിച്ച് കാണുന്നത്. ഹിന്ദു കുട്ടികൾക്ക് അത് ഒരു സർക്കാർ സ്കൂളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റൊരു സ്വകാര്യ സ്കൂളിൽ കോഴിക്കോട്ട് എന്തായിരുന്നു സംഭവിച്ചത്? അയ്യപ്പ ധർമ്മത്തിനായി, അയ്യപ്പ സന്നിധിയിലേക്ക് വ്രതധാരികളായി പോകുന്നതിന് വേണ്ടി കറുപ്പ് ധരിച്ച കുട്ടികളെ മതവെറിയന്മാരെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കി. അന്നെന്താ ആരും ഒന്നും ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് കണക്കുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇങ്ങേര് പറയുന്നത്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഹിന്ദു കുട്ടികൾ കറുത്ത ഡ്രസ്സ് ധരിച്ചപ്പോഴത്തേക്ക് അവരെ സ്കൂളിൽ നിന്ന് പുറത്തായ സംഭവം കോഴിക്കോട് കിടന്നത് ഇപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങേർക്ക് എന്തെങ്കിലും പറയണം, അതുകൊണ്ട് ഇയാളൊന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രിസ്മസ് ഇപ്പോഴും മാത്രമല്ല, പിന്നെ പണ്ട് തൊട്ടേ ക്രിസ്മസിന്, എനിക്കറിയാവുന്ന കാലം തൊട്ടേ ക്രിസ്മസിന് എല്ലാവരും മുറ്റത്ത് സ്റ്റാർ തൂക്കും. നമ്മുടെ വീട്ടിലും തൂക്കാറുണ്ട് സ്റ്റാർ. ഈ വർഷം മാത്രമേ ഉള്ളൂ തൂക്കാത്തത്. എല്ലാ വർഷവും തൂക്കാറുണ്ട്. എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ തൂക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് മക്കളൊക്കെ ആയതിന് ശേഷം അവരുടെ ഒരു സന്തോഷത്തിന് മേടിച്ച് കൊടുക്കാറുണ്ട്, തൂക്കാറുണ്ട്. എൻ്റെ മക്കളൊക്കെ കുറച്ച് ചെറുതായിരുന്ന സമയത്തൊക്കെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ മകനാണെങ്കിൽ ഇന്നലെ സാൻഡേ ആയിട്ട് പോയത്, എൻ്റെ മോനാണ് പോയത് ഘോഷയാത്രയിൽ പങ്കെടുക്കാനായിട്ട്, സാൻഡേ ആയിട്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിള്ളേർക്ക് അതൊക്കെ ഒരു പോസിറ്റീവ് വൈബാണ്. അതൊക്കെ അവർക്ക് എന്നും അവരുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പ്രായമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ കുടുംബസ്ഥരാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് ഓർത്തെടുക്കാനും അവരുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റിയ ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ തടയിടേണ്ട ഒരു കാര്യമില്ല. പിന്നെ സ്കൂളുകളിലെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ പോലും സമ്മതമില്ലാതെ അവരെ ഒരുക്കിക്കൊണ്ട് പോയി എന്നുള്ളതാണ്. അത് പറയുന്നത് വളരെ മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമാണ്. കാരണം പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിനൊക്കെ പോകാനൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സാൻഡയുടെ ചുവന്ന തൊപ്പിയൊക്കെ വച്ചിട്ട് ഘോഷയാത്രയിലൊക്കെ പങ്കെടുക്കുക എന്ന് വെച്ചാൽ ബലൂണൊക്കെ കയ്യിൽ വെച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അവർക്കതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് അവർക്ക് കൊടുക്കുന്നത്. അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ അതൊന്നും അവരുടെ മാനസികമായിട്ട് അവർക്ക് ഒരു സങ്കടവും തോന്നത്തില്ല. പിന്നീട് പാരൻസിൻ്റെ സമ്മതം മേടിച്ചില്ല എന്ന് പറയുന്നു. അതിന് പാരൻസിൻ്റെ സമ്മതമൊക്കെ മേടിക്കാനായിട്ട് ഇത് ഗവൺമെൻറ് സ്കൂളല്ലേ, അല്ലാതെ പ്രൈവറ്റ് സ്കൂളൊന്നും അല്ലല്ലോ. പ്രൈവറ്റ് സ്കൂളിലാണ് സാധാരണ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഉടനെ പാരൻസിൻ്റെ അനുവാദമൊക്കെ മേടിക്കുന്നത്. സർക്കാർ സ്കൂളുകളിൽ ഞങ്ങളുമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്
സ്കൂളിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻസ് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ സ്കൂളിൽ നിന്ന് കുട്ടികളെ മുഴുവനും കൊണ്ടുപോകും, വാഹനത്തിൽ കയറ്റി, വലിയ വാഹനങ്ങളിൽ കയറ്റിയിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളെ മുഴുവനും കൊണ്ടുപോകും, പൂവൊക്കെ ഇടിയിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, അർദ്ധ സർക്കാർ സ്കൂളായിട്ട് പോലും. ആ സമയത്ത് പോലും സ്കൂളിൽ നിന്ന് ഒരു പാരൻസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല, അതെ നിങ്ങളുടെ മക്കളെയൊക്കെ ഞങ്ങൾ ഇതുപോലെ കൊണ്ടുപോവുകയാണ് സ്കൂളിൽ, ഇതുപോലെ ഒരു പാരൻസ് മരിച്ചു ഒരു കുട്ടിയുടെ എന്നും പറഞ്ഞിട്ടൊന്നും ആരെയും അറിയിച്ചിട്ടില്ല. അത് സ്കൂളിൽ അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. അവർ കൊണ്ടുപോകണമെങ്കിൽ അതേ സുരക്ഷിതത്വത്തോടു കൂടി അവർ തിരിച്ച് കൊണ്ടുവന്ന് സ്കൂളിൽ തന്നെ കൊണ്ടുവന്ന് വിടും അവരെ. അതാണ് സ്കൂളിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പിന്നെ ഈ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്, എവിടെ തിരിഞ്ഞാലും വർഗീയത വർഗീയത വർഗീയത. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? സ്കൂളിൽ പഠിച്ചു വരുന്ന പിഞ്ച് തലമുറയിലുള്ള കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്കൊക്കെ എന്തിനാണ് അമ്മാവ ഇങ്ങനെ വന്നിട്ട് വർഗീയത കുത്തിവെക്കേണ്ട കാര്യം? ഇപ്പോൾ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ചിഹ്നങ്ങളൊക്കെ ധരിച്ച് ഘോഷയാത്രയിൽ പങ്കെടുപ്പിച്ചു എന്ന്. ഇതൊക്കെ താൻ എവിടത്തുകാരനടവുകയെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. തന്നെ പോലുള്ള വിഷങ്ങളാണ് ഇതുപോലെയുള്ള വർഗീയത ഇങ്ങനെ ചീറ്റിക്കൊണ്ടേയിരിക്കുന്നത്, അത് ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും. പിന്നീട് ഈ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നെ കോഴിക്കോട് കറുത്ത വസ്ത്രം ധരിച്ച് വന്നപ്പോഴത്തേക്ക് ശബരിമലയ്ക്ക് പോകാൻ നിന്ന കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്നുള്ള കാര്യം. അത് അവരുടെ അറിവുകേടും വിവരക്കേടും. അത് ആരാണ് ചെയ്തതെങ്കിലും വിവരക്കേട് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അതും ഇതും കൂടി തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഒരാൾ തെറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് എല്ലാവരും അതിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ക്ഷേത്രങ്ങളിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ചില ആളുകൾ അവിടുത്തെ കൽശില്പങ്ങളൊക്കെ ഉണ്ടല്ലോ കൊത്തി വെച്ചിരിക്കുന്നത്, അതിലൊന്നും ഇങ്ങനെ തൊഴുതുകൂടെ, യഥാർത്ഥത്തിൽ തൊഴുതുകൂടെ, അത് ഭയങ്കര തെറ്റാണ്. പക്ഷേ അത് ഏതെങ്കിലും ഒരാളിങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ അത് കാണുന്നവരൊക്കെ അത് ഫോളോ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യും. അതാണ് കാര്യം. ഒരാളിങ്ങനെ തൊഴുതാൽ പിന്നെ അത് കണ്ടു നിൽക്കുന്നവരെല്ലാം അതുപോലെ ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് താനിപ്പോൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അപ്പോൾ ക്രിസ്ത്യൻ കുട്ടികളല്ലാത്തത് കൊണ്ടാണോ അവരെ ഘോഷയാത്രയിൽ പങ്കെടുപ്പിച്ചതിൻ്റെ പേരിൽ താൻ ഇത്ര പരാക്രമമൊക്കെ കാട്ടിക്കൂട്ടിയത്? സ്കൂളുകളിൽ വിട്ട് കുഞ്ഞുങ്ങളെ എന്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ട്യൂഷൻ, ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി കണക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് നല്ല ട്യൂഷൻ സെൻ്ററുകളിൽ കൊണ്ടാക്കിയാൽ പോരെ? അതൊന്നും അല്ലാതെ നമ്മൾ കുട്ടികളെ സ്കൂളുകളിൽ കൊണ്ടാക്കുന്നത് എന്തിനാണ്? അവർ എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളുമായിട്ട് സഹകരിച്ചും എടുത്തും നമ്മൾ പൊതുവെ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തേണ്ടത്, എന്താണ് സോഷ്യലിസം, എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നതിനും മനസ്സിലാക്കുക. അല്ലാതെ അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല കുട്ടികളെ സ്കൂളുകളിൽ കൊണ്ടാക്കുന്നത്. അവർ എല്ലാ കാര്യങ്ങളും നന്മകളും തിന്മകളും എല്ലാം അവർ മനസ്സിലാക്കുന്നതിനാണ്, അനുഭവത്തിൽ നിന്ന് അവർ പഠിക്കുന്നതിനാണ് അവരെ സ്കൂളുകളിൽ വിടുന്നത് കൂടി. അല്ലാതെ ഈ കൊച്ചു പിള്ളേരുടെ മനസ്സിലേക്ക് ക്രിസ്ത്യാനി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഹിന്ദുക്കൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇയാൾ ഇതിൽ തന്നെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്, അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്ന്. പക്ഷേ ഈ പറഞ്ഞതിൽ അപ്പോൾ ഇയാൾ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനത് ഒരുപാട് വലിച്ച് നീട്ടിയുള്ള പറച്ചിലായതുകൊണ്ട് ഞാനത് നിങ്ങളുടെ അടുത്തേക്ക് ചുരുക്കത്തിൽ പറയാൻ, ഞാനത് നീട്ടി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമ സിംബത്തിൻ്റെ കൂടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഓണത്തിന് പൂക്കളം ഇടുന്നതൊക്കെ ആദ്യ പിണറായി സർക്കാർ നിരോധിച്ചതാണെന്ന്. എവിടെ നിരോധിക്കാൻ? എങ്ങും നിരോധിച്ചിട്ടില്ല. അതൊക്കെ വലിയ വലിയ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലുള്ള സംഭവങ്ങൾ പറഞ്ഞതായിട്ട് ഇടയ്ക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നല്ലാതെ എവിടെ നിരോധിക്കാനാണ്? സ്കൂളുകളിലൊന്നും ഒരിക്കലും പൂക്കളം ഇടുന്നത് ഒരിക്കലും നിരോധിക്കില്ല. അല്ലാതെ ഇയാളൊക്കെ എന്തെങ്കിലും വായി തോന്നുന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് പറയുന്നത് എങ്കിൽ പിന്നെ ഓണത്തിൻ്റെ കാര്യം എടുത്തിടുന്നു. ഓണത്തിൻ്റെ കാര്യം എടുത്തിടേണ്ട കാര്യം എന്താണ്? ഓണത്തിന് സ്കൂളിൽ, അതായത് ഓണത്തിന് സ്കൂളിൽ പൂക്കളം ഇടുന്നതിന് കുഴപ്പമില്ലേ എന്നൊക്കെയുള്ള ഡയലോഗുകളാണ് അടിക്കുന്നത്. എന്തായാലും അത് കുറച്ച് ഭാഗമെങ്കിലും നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവൂ. ഇങ്ങനെയൊക്കെയുള്ള ആഘോഷം, പുതുവത്സരമൊക്കെ സ്കൂളുകളിൽ എല്ലാ കുട്ടികളും ആഘോഷിക്കും. അതിപ്പോ എന്താ, എല്ലാ സ്ഥാപനങ്ങളിലും ആഘോഷിക്കും, എല്ലാ സ്കൂളിലും ആഘോഷിക്കും. കുട്ടികളെ സാന്റാക്ലോസിന്റെ വേഷം കെട്ടും, ഇതിലൊക്കെ എന്താണ്? ഈ ആരെങ്കിലും അവിടുത്തെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? പറയാൻ അനുവദിക്കൂ. കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞോ? അതല്ല, കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അവരുടെ മതചിന്തകൾക്ക്
വിരുദ്ധമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് മതചിന്തയാണ്? 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ്. 6-7 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് മതചിന്ത? അതാ ചോദിച്ചത്. അവരെ നിങ്ങളുടെ മതചിന്ത കുത്തിവെച്ച് നശിപ്പിക്കാതിരുന്നാ മതി. അവർക്ക് 5, 6, 7, 8 വയസ്സുള്ള കുട്ടികൾക്ക് ക്രിസ്മസ് എന്ന് പറയുന്നത് ആഘോഷമാണ്. ഓണം എന്ന് പറയുന്നത് ആഘോഷമാണ്. അവർക്ക് എന്ത് മതമില്ലാത്ത ജീവന്റെ നിങ്ങളെന്നാ പിന്നെ പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് പറയാൻ അനുവദിക്കില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നതിനോടുള്ള പ്രതികരണമാണ്. പറയാൻ അനുവദിക്കണം. അത് പൂർണ്ണമാക്കിയതിനു ശേഷം നിങ്ങൾ പറഞ്ഞോളൂ. അവിടെ ആ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ അനുമതി ഇല്ലാതെ ഈ കുട്ടികളെ നമ്മൾ ആലോചിക്കണം. സർക്കാർ സ്കൂളാണ്. കേരളത്തിൽ ഒരു ദിക്കിലും ഒരു സ്കൂളിലും ഇത് കൊണ്ടുപോയിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സർക്കാർ സ്കൂളിലെ എല്ലാ മതവിഭാഗത്തിലുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ചോദിച്ച ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നിങ്ങൾ നടത്തുമോ? നബിദിന റാലി നിങ്ങൾ നടത്തുമോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആഘോഷം? അല്ല, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ സ്കൂളിൽ അതിനെ ചോദിച്ചു എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും സുഹൃത്തെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും അതൊരു പോയിൻ്റാണ്. നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യവും പറയണമല്ലോ. ഇപ്പോൾ ചെറിയ മക്കളുടെ മനസ്സിലേക്കിപ്പോൾ മതചിന്തകളും വിദ്വേഷങ്ങളും മതവിദ്വേഷമൊന്നും കുത്തി നിറയ്ക്കേണ്ട ഒരാവശ്യമില്ല. അത് ശരിയാണ്. അവർ ക്രിസ്മസിന് അവർ പോകുന്നെങ്കിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ കുട്ടികളൊക്കെ ഹാപ്പി ആയിരിക്കും, പൊയ്ക്കോട്ടെ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. സാൻഡേ ആയിട്ടൊക്കെ വേഷം ധരിക്കാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ ആയിക്കോട്ടെ, അതിലൊന്നും ഒരു തെറ്റുമില്ല. ഞാനും അതിന് 100% സപ്പോർട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞത് ഓണത്തിൻ്റെ കാര്യം എടുത്തിട്ടു. ഓണത്തിന് സ്കൂളിൽ അങ്ങനെ ചെയ്യുന്നില്ലേ, അതിലെന്താണ് തകരാറ് എന്ന് ചോദിക്കുന്നു. എൻ്റെ പൊന്നു സുഹൃത്തെ, ഓണവും ഈ പറയുന്ന ഇതുമായിട്ടൊന്നും കൂട്ടി യോജിപ്പിക്കരുത്. അതായത് ശ്രീകൃഷ്ണ ജയന്തിക്ക് എല്ലാവരെയും ഘോഷയാത്രയിൽ ശ്രീകൃഷ്ണ വേഷം കെട്ടിക്കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അതൊരു ചോദ്യമാണ്. അതങ്ങനെ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് അത് ഹൈന്ദവരുടെ വിശ്വാസപ്രകാരമുള്ള അവരുടെ ഗോഡാണ്. അപ്പോൾ അത് എല്ലാവരും അംഗീകരിക്കില്ല. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വേഷത്തിലല്ല ഈ കുട്ടികളെ ഇതിൽ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസപ്രകാരമുള്ളത് തന്നെയാണ് ക്രിസ്മസ്. പക്ഷേ എന്ന് കരുതിയിട്ട് അവർ യേശുദേവനായിട്ടല്ല മേക്കപ്പൊക്കെ ചെയ്ത് കുട്ടികളെ കൊണ്ടുപോകുന്നത്. അതെന്ന് വെച്ചാൽ സാൻഡയുടെ വേഷത്തിലാണ്. അത് കുട്ടികൾക്ക് എല്ലാ കുട്ടികളും അല്ല, ഒരു കുട്ടി സാൻഡ ആയിരിക്കും. ബാക്കിയുള്ളവരൊക്കെ എന്ന് വെച്ചാൽ ചുമന്ന തൊപ്പിയൊക്കെ വെച്ചിട്ട് കയ്യിൽ ബലൂണൊക്കെ വെച്ചിട്ട് പോകും. അത് കുട്ടികൾക്ക് നല്ലൊരു ഇതാണ്. എല്ലാ മതങ്ങളും തമ്മിൽ വളരെ സന്തോഷമായിട്ടിരിക്കാനും കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കൊച്ചിലെ ഇതുപോലെ ഈ വർഗീയത എന്ന് പറയുന്ന വൈകൃതം ഉണ്ടാകാതിരിക്കാനൊക്കെ അത് ഒരു കണക്കിന് നല്ലതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണത്തിന് അത്തപ്പൂക്കളം ഇടാൻ പറ്റുമോ? ഓണം എല്ലാവരും ആഘോഷിക്കുന്നില്ലേ എന്നൊക്കെ നമ്മുടെ അവതാരകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എനിക്ക് അവതാരകനോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ സുഹൃത്തെ, ഓണം എന്ന് പറഞ്ഞാൽ കേരളീയരുടെ ദേശീയോത്സവമാണ്. അത് ഒരു മതത്തെയും ഇതുമായിട്ട് ഉൾക്കൊള്ളിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. ചിലരൊക്കെ അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. നമ്മൾ ഓണത്തിന് ഒരു തുണിക്കടയിൽ ചെന്നാലും അല്ലാതെ എവിടെ ചെന്നാലും അത് എല്ലാത്തരം ആളുകളും ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എല്ലാവരും ഓണം ആഘോഷിക്കാറുണ്ട്. പറ്റുന്ന രീതിയിൽ, അവരവർക്ക് പറ്റുന്ന രീതിയിലെങ്കിലും ഓണം എല്ലാവരും ആഘോഷിക്കാറുണ്ട്. പണ്ട് കാലം തൊട്ടേ ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ്. ഈ കേരളത്തിൽ ഹിന്ദുക്കൾ മാത്രമല്ല ഉള്ളത്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞ കണക്ക് നബിദിന റാലിക്ക് കുട്ടികളെ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. ആ ചോദ്യം ന്യായമാണ്, തികച്ചും ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്. ശരിയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഇതിൽ കൊണ്ടുപോയതുപോലെ നബിദിന റാലി, അതൊരു റാലിയാണല്ലോ. നബിദിന റാലിക്കും ആ ഒരു ഘോഷയാത്രയിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു മക്കളെ എന്താണ് വർഗീയത പഠിപ്പിക്കാതിരിക്കാൻ, അവർക്ക് ഒത്തൊരുമ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, എല്ലാ മതങ്ങളും ഒന്നാണെന്ന് കാണിക്കാനുള്ള ആ ഒരു മതത്തിൻ്റെ ആ ഒരു അടുക്ക് ചിട്ടകൾ, അല്ലെങ്കിൽ എല്ലാവരും നല്ല ഒന്നാണെന്നുള്ള ആ ഒരു വിശ്വാസം കുഞ്ഞിലേ തൊട്ടേ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനും വർഗീയത മാറ്റാനും വേണ്ടിയിട്ട് ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ നബിദിന റാലിയിരുന്ന് പച്ച ഉടുപ്പും വെള്ളത്തൊപ്പിയും ഒക്കെ വച്ചിട്ട് നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോവും. പെൺകുട്ടികളുടെ തലയിലാണെങ്കിൽ ഒരു ഷോളൊക്കെ ഇട്ട്, ആൺകുട്ടികൾക്കാണെങ്കിൽ അല്ലേ പോട്ടെ, പെൺകുട്ടികളെ ഷോളൊക്കെ അങ്ങ് വിട്ടേക്കാം. ഈ ആൺകുട്ടിയുടെ തലയിൽ ഒരു തൊപ്പിയെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് സ്കൂൾ യൂണിഫോമിലാണെങ്കിൽ പോലും ആൺകുട്ടികളുടെ തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട്, ഒരു വെള്ള തൊപ്പിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഈ കുഞ്ഞുങ്ങളെ നബിദിന റാലിക്ക് കൊണ്ടുപോകാനുള്ള ധൈര്യമുണ്ടോ? നിങ്ങൾ കൊണ്ടുപോവോ? അങ്ങനെ
സർക്കാർ സ്കൂളുകളിലുള്ള ടീച്ചർമാരോ HMO ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചോദ്യമാണ്, നിങ്ങൾ കൊണ്ടുപോകുമോ? നിങ്ങൾ കൂട്ടാക്കുമോ അങ്ങനെ കൊണ്ടുപോകാനായിട്ട്? അപ്പോൾ പിന്നെ എന്താ, ക്രിസ്ത്യാനിസിനെ പോലെയല്ലേ മുസ്ലിങ്ങൾ? എല്ലാവരും ഒന്നല്ലേ? ഒന്നാണെങ്കിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. ഓണാഘോഷ റാലികളൊക്കെ ഉണ്ട്, സെറ്റ് സാരിയൊക്കെ ഉടുത്തായാലും സ്കൂളിൽ പാവാട ഉടുപ്പൊക്കെ ഇട്ടായാലും അതൊക്കെ ഉണ്ട്. എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഓണത്തിന് സ്കൂളുകളിൽ പലതരത്തിലുള്ള പരിപാടികൾ ചെയ്യാറുണ്ട്. ഓണസദ്യ കൊടുക്കാറുണ്ട്, ഓണത്തിന് അത്തപ്പൂക്കളം ഇടാറുണ്ട്. ഓണം കേരളീയത്തിൻ്റെ ദേശീയോത്സവമായതുകൊണ്ടാണ്. അത് ഇപ്പം ഹൈന്ദവർ മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ഓണത്തിന് ഇപ്പോൾ പണ്ടത്തെ കണക്കൊന്നുമല്ല, ഉമ്മച്ചിക്കുട്ടികളൊക്കെ ഒരുപാട് ഡാൻസൊക്കെ ചെയ്യാറും കൊടുക്കാറൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി പലരും വിമർശിക്കാറുമുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, വിമർശനങ്ങൾ നമ്മുടെ നാട്ടിൽ ഒന്നിനും കുറവില്ലല്ലോ. അതൊക്കെ അവരവരുടേതായിട്ടുള്ള പെൺകുട്ടികളുടെ അടുത്താണ് പറയുന്നത്, ബാക്കി കുട്ടികളുടെ അടുത്തല്ല. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ തലയിടണ്ട. എൻ്റെ ചോദ്യം അതല്ല. ഓണം ആഘോഷിക്കുന്നുണ്ട് സ്കൂളിൽ. ഇപ്പോൾ സർക്കാർ സ്കൂളിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ക്രിസ്മസിനും റാലിയൊക്കെ ആയിട്ട് കുട്ടികളെയും കൊണ്ട് പോയി. നബിദിനത്തിന് നിങ്ങൾക്ക് ഇതുപോലൊരു റാലി ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ഒത്തൊരുമ നിലനിർത്തിക്കൂടെ? അതൊരു ചോദ്യമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതൊരു നല്ല ചോദ്യമല്ലേ? അതുകൊണ്ട് ആർക്കാ തകരാറ്? പിന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ക്രിസ്മസിന് ഒരു ചുമന്ന തൊപ്പി വച്ചിട്ട് ഈ കുട്ടികളെ കൊണ്ട് റാലിക്ക് പോയെന്നും പറഞ്ഞ് ഒരു ഹൈന്ദവരും ഒന്നും പറയില്ല. പക്ഷേ അവിടെയാണ് പ്രശ്നം. ഒരു നബിദിന റാലിക്ക് ഒരു ഹൈന്ദവൻ്റെ കുട്ടിയുടെ തലയിൽ ഒരു വെള്ളത്തൊപ്പിയൊക്കെ വെച്ചിട്ട് ജാഥയിൽ പങ്കെടുപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ആ സ്കൂളിൽ ചോദ്യം വരും. അവിടെ പ്രശ്നവും ഉണ്ടാവും. അത് തന്നെയാണ് പ്രശ്നം. നിങ്ങളെല്ലാവരും എപ്പോഴും ഇവരെ മാറ്റി നിർത്തുന്നു. ഒരു വിഭാഗം ആളുകളെ മാത്രം മാറ്റി നിർത്തുന്നു. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എപ്പോഴും ഒറ്റക്കെട്ടായിട്ടിരിക്കും. മുസ്ലിങ്ങളെ മാത്രം ആർക്കും കണ്ടുകൂടാ, അവരെ മാറ്റി നിർത്തുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെന്താ ഈ ഭാരതത്തിൻ്റെ മക്കളല്ലേ? നമ്മുടെ പതാകയിൽ 3 നിറമാണ് കാണിച്ചിരിക്കുന്നത്. കുങ്കുമം, വെള്ള, പച്ച, ഈ 3 കളറുകളാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് അശോകചക്രം. എന്നിട്ട് ആ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയല്ല. നമ്മൾ 3 പേരും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു അഭിമാനം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത്. വർഗീയതയൊക്കെ എല്ലാവരും കളഞ്ഞു വെക്കുക മനസ്സിൽ നിന്ന്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും പരസ്പരം വർഗീയത അങ്ങ് ഉപേക്ഷിക്കുക. എന്തിനാ അതിൻ്റെ ആവശ്യം? എല്ലാവരും മനുഷ്യരാണെന്ന് ചിന്തിക്കുക, മനുഷ്യത്വത്തോടു കൂടി മുന്നോട്ട് പോവുക. അതാണ് നല്ലത്. അതായത് ഒരു 10 വർഷത്തിനപ്പുറം ഏറ്റവും കൂടുതൽ വർഗീയത ഉണ്ടായി തുടങ്ങിയത് എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ ഒരു 5 വർഷത്തോളമാവും. ഒരു 10 വർഷത്തിനൊക്കെ അപ്പുറം എത്ര സുന്ദരമായിരുന്നു. ആരുമായിട്ട് ഒരു വർഗീയതയോ ഒന്നുമില്ല. എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും കഴിഞ്ഞിരുന്നത് ഓർത്തു നോക്കൂ. നമ്മുടെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന ഏരിയയിലൊക്കെ ഇപ്പോഴും അതിനൊന്നും ഒരു പ്രശ്നമില്ല, ഒരു വർഗീയതയോ ഒന്നുമില്ല, ആർക്കും ആരോടും പിണക്കമോ ഒന്നുമില്ല. അത് കണ്ടും കേട്ടും വളർന്നത് കൊണ്ടാണ് എനിക്കും ഇങ്ങനെ മാത്രം ചിന്തിക്കാൻ പറ്റുന്നത്. എന്തു തന്നെയാണെങ്കിലും ആ പുൽക്കൂട് തകർത്ത അവനെ അണപ്പല്ലിന് 2 കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറയാൻ നോക്കിയാലും ആ ചെയ്ത പ്രവൃത്തി തെറ്റ് തന്നെയാണ്. അത് ഉണ്ണിയേശുവിനെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അപമാനിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതൊട്ടും ചെയ്തത് ശരിയായില്ല. ഇത്തരക്കാർക്കൊക്കെ നല്ല ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അങ്ങനെയാണ്. ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കാൻ ആരും മുന്നോട്ട് വരരുത്. അമ്മാതിരി മാതൃകാപരമായിട്ട് അവരെ ശിക്ഷിക്കണം. അല്ലാതെ അവരുമായിട്ടൊരു സന്ധ്യ സംഭാഷണത്തിനോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കോ നിൽക്കേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്തേക്കൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ.